ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന വേർട്ടസ് ഫൗണ്ടേഷൻ്റെ വേർട്ടസ് കോയിൻ മൈനിങ്ങിനെ പറ്റിയിട്ടാണ്. വേർട്ട് എന്ന് പറയുന്ന ഒരു ടോക്കണാണ് നമുക്ക് ഇതുകൂടെ മൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതെങ്ങനെ മൈൻ ചെയ്യാം, എന്താണ് വേർട്ടസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എയർ ഡ്രോപ്പ് ഫാമിംഗ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. വേർട്ടസ് നമ്മളിപ്പോൾ നിലവിൽ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പ് 10 പ്രൊജക്ട്സിൻ്റെ ഉള്ളിൽ വരുന്ന പ്രൊജക്റ്റാണ്. അത്രയും നല്ലൊരു ഏണിങ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രൊജക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ Q4 നടക്കാൻ പോകുന്നത് ഈ വർഷം തന്നെ. അപ്പോൾ മൈനിങ് താല്പര്യമുള്ളവർ മാത്രം മൈൻ ചെയ്യുക, ക്ഷമയോടെ ചെയ്യുക. അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ സ്ലോ ആയിട്ടായിരിക്കും വരിക. ഇവർ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വേർട്ട് എന്ന് പറയുന്ന ടോക്കൺ സെലക്ട് ചെയ്യാൻ കാരണം. അതുപോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റ് ഫ്യൂച്ചറിലേക്ക് നല്ല ഒരു ഗ്രോ ആവാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. എന്താണ് വേർട്ടസ് ഫൗണ്ടേഷൻ എന്ന് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ഓൺ ടെലഗ്രാം ആണ് എന്നാണ് ഇവർ പറയുന്നത്. എന്ന് വെച്ചാൽ അടുത്ത വരാൻ പോകുന്ന ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് ടെലഗ്രാമിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ വേർട്ടസ് ഫൗണ്ടേഷൻ്റെ ഒരു എയിം. ഓക്കെ, അപ്പോൾ വേർട്ടസ് ഫൗണ്ടേഷൻ്റെ ഒഫീഷ്യൽ ക്രിപ്റ്റോ കറൻസി ടോക്കണാണ് വേർട്ട് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ ഒരു വേർട്ടസ് എന്ന് പറയുന്ന ടെലഗ്രാം ബോട്ടിലൂടെ മൈൻ ചെയ്തെടുക്കാൻ പോകുന്നത്. വേർട്ടസ് ബോട്ടിൽ നമ്മൾ മൈൻ ചെയ്യുന്ന വേർട്ട് ടോക്കൺ നമുക്ക് ടോണിലേക്ക് കൺവേർട്ട് ചെയ്യാനും അത് നമ്മളുടെ ടോൺ വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിലവിൽ ഇപ്പോൾ വർക്കിംഗ് അല്ല. വർക്കിംഗ് ആകുമ്പോൾ ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വേർഡ് ബാലൻസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൺവേർട്ടർ നോട്ട് അവൈലബിൾ യെറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ അത് വരും. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെ മൈൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇവിടെ സ്റ്റോറേജ് കാണാൻ പറ്റും. ജസ്റ്റ് സ്റ്റോറേജ് കയറുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളുടെ ഈ ബാർ ഫില്ലാവും. ഓക്കെ, ഈ ബാർ ഫില്ലാകുമ്പോൾ നിങ്ങൾക്ക് കളക്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. കളക്ട് അടിക്കുക, അപ്പോൾ നിങ്ങളുടെ ബാലൻസിലേക്ക് ആഡ് ആവും. അങ്ങനെ ഓരോ 2 മണിക്കൂറിൽ നിങ്ങൾ കയറി കളക്ട് അടിക്കണം. ഇനി നിങ്ങൾക്ക് 2 മണിക്കൂർ കൂടുമ്പോൾ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡിലേക്ക് പോകുക. അപ്ഗ്രേഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സ്റ്റോറേജും അതുപോലെ തന്നെ നിങ്ങളുടെ മൈനിങ് സ്പീഡും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതിന് എത്ര ടോക്കൺ വേണം നിങ്ങൾക്ക് നോക്കാം. ഓരോ ലെവലിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ടോക്കൺസ് ആണ്. അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിം എവരി 2 അവർ മാറിയിട്ട് ക്ലെയിം എവരി 4 അവർ ആവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും അപ്ഗ്രേഡ് ചെയ്താൽ 6 അവർ ആവും. അങ്ങനെ നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. നിങ്ങളുടെ മൈനിങ് സ്പീഡ് കൂട്ടണമെങ്കിൽ ഫാം ലെവലാണ് കൂട്ടേണ്ടത്. അപ്പോൾ മൈനിങ് സ്പീഡ് കൂടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൂസ്റ്റിംഗ് കാര്യങ്ങളും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അടുത്തൊരു ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നമുക്കിവിടെ ഇൻകം കാണാൻ പറ്റും. 0 വേർഡ് പെർ അവർ ആണ് എൻ്റെ നിലവിലെ ഇൻകം. അപ്പോൾ നമുക്ക് ഓരോ അവറിലും ഇത്ര വേർഡ് വെച്ച് കൂട്ടാൻ പറ്റും. അത് നമ്മൾ ഹാപ്സ്റ്ററിൽ ചെയ്യുന്ന പോലെ തന്നെ കാർഡുകളാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. അതിനെന്ത് ചെയ്യുക, അപ്ഗ്രേഡ് തന്നെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാർഡ്സ് എന്ന് പറയുന്ന സെക്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കുറേ സെക്ഷൻസ് കാണാം. എക്കണോമി, മിലിറ്ററി, സയൻസ്. ഓക്കെ, ഓരോ സെക്ഷൻസും എന്തൊക്കെ ചെയ്താൽ നമ്മൾ ഹാംസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ അൺലോക്ക് എഡ്യൂക്കേഷൻ അൺലോക്ക് ചെയ്താലാണ്, അല്ലെങ്കിൽ ലെവൽ 1 ആക്കിയാലാണ് എഞ്ചിനീയറിംഗ് തുറക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതൊന്നും നോക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓരോ കാർഡും തുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതിന് തൊട്ട് താഴെ തന്നെ എഴുതിയിട്ടുണ്ട്. അൺലോക്ക് കറൻസി എന്ന് പറഞ്ഞാലാണ് ബാങ്കിങ് തുറക്കുക. അപ്പോൾ ജസ്റ്റ് കറൻസി അപ്ഗ്രേഡ് ചെയ്താൽ ബാങ്കിങ് തുറക്കും. അപ്പോൾ ഞാനിപ്പോൾ കറൻസി അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് 0.006 വേർഡ് പെർ അവറായി മാറും. ഞാനിവിടെ അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ക്ലിക്ക് ചെയ്തു. അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻസ് കാണാം. നോർമൽ അപ്ഗ്രേഡ് ചെയ്യണോ, അതുപോലെ തന്നെ കണക്ട് വാലറ്റ് ചെയ്യണോ എന്ന്. കണക്ട് വാലറ്റ് ടോൺ വാലറ്റാണ് ചോദിക്കുന്നത്. ടോൺ വാലറ്റ് കണക്ട് ചെയ്താൽ നമുക്ക് ഇതിലേക്ക് പേ ചെയ്തിട്ട് എക്സ്ട്രാ കൂടുതൽ ബോണസും കാര്യങ്ങളും എടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഫ്രീ ആണ് കാണിക്കുന്നത്. നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാം. ഞാനിവിടെ ടെലഗ്രാം വാലറ്റ് തന്നെ കണക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്നത് ടോൺ കീപ്പർ. നിങ്ങൾ സീരിയസ് ആയിട്ട് എയർ ഡ്രോപ്പ് മൈനിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ടോൺ കീപ്പർ പോലുള്ള സേഫ് ആയിട്ടുള്ള വാലറ്റുകൾ കണക്ട് ചെയ്യുക. ടെലഗ്രാം സേഫ് അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ കയ്യിൽ നിന്ന് അഥവാ ഈ ടെലഗ്രാം അക്കൗണ്ട് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാലറ്റ് അടക്കം പോകും. അതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റേണൽ ഒരു വാലറ്റ് യൂസ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം. നമ്മുടെ വാലറ്റ് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. ഇനി അപ്ഗ്രേഡ് ചെയ്യുക. അപ്ഗ്രേഡ് ക്ലിക്ക് ചെയ്തപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. നോർമൽ അപ്ഗ്രേഡും അതുപോലെ തന്നെ നമ്മുടെ ടോൺ വാലറ്റിൻ്റെ അപ്ഗ്രേഡും. ഞാൻ ടോൺ വാലറ്റിൻ്റെ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്പൺ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം വാലറ്റ് ഓപ്പൺ ആവും. ഇവിടെ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് കാണിക്കുന്നുണ്ട്. കാരണം എൻ്റെ ടോൺ വാലറ്റിൽ ടോൺ ബാലൻസ് ഇല്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു ടോൺ ട്രാൻസാക്ഷൻ ഫ്രീ കാണിച്ചാൽ നമ്മൾ ഗ്യാസ് ഫീയോ നെറ്റ് ഫീയോ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നോർമൽ ക്ലെയിം മാത്രം ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടിട്ടുള്ള ഒരു കാര്യവും ചെയ്യരുത്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ നല്ല പ്രൊജക്റ്റാണോ എന്ന് ഉറപ്പ് വരുത്തണം. ഈ ഹോട്ട് വാലറ്റ്, വേവ് വാലറ്റ് അങ്ങനത്തെ കിടിലം പ്രൊജക്ട്സിലേക്ക് മാത്രം നിങ്ങൾ ഗ്യാസ് ഫീ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിലേക്കൊന്നും തൽക്കാലം ചെയ്യേണ്ട എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ചെയ്യേണ്ട എന്ന് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ടോൺ വാലറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ $28 ഉണ്ട്. പക്ഷേ അത് നമ്മളുടെ ടോൺ അല്ല. എൻ്റെ കയ്യിലുള്ളത് കുറച്ച് നോട്ട് കോയിനാണ്. നോട്ട് കോയിൻ 1888 നോട്ട് കോയിൻ ഉണ്ട്. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ എക്സ്ചേഞ്ചിലാണ്. ഞാനിപ്പോൾ ഈ വാലറ്റിൽ 1000 നോട്ട് കോയിൻ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് കൺഫേം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യാൻ പോവാണ്. ഇനി കറൻസി ക്ലിക്ക് ചെയ്തു, അപ്ഗ്രേഡ് ക്ലിക്ക് ചെയ്തു, നോർമൽ അപ്ഗ്രേഡ് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്തത് നമ്മളുടെ കയ്യിലുള്ള വേർട്ടസ് വെച്ചിട്ടാണ്. നമ്മൾ ഈ ബോട്ടിൽ തന്നെ മൈൻ ചെയ്യുന്ന വേർട്ടസിൻ്റെ കോയിൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത് ടോണോ കാര്യങ്ങളും പേ ചെയ്തിട്ടില്ല. ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്കിങ് കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. ബാങ്കിങ് പോയി കഴിഞ്ഞാൽ അതും വീണ്ടും അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടുന്നത് കാണാം. അങ്ങനെ ഓരോ കാർഡുകൾ നിങ്ങൾ പോയി നോക്കുക. ഏത് കാർഡിനാണ് കൂടുതൽ പ്രോഫിറ്റ് കുറഞ്ഞ ചിലവിൽ കിട്ടുന്നത് നോക്കിയിട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്താൽ നിങ്ങളുടെ പ്രോഫിറ്റ് പെർ അവർ ഇവിടെ കൂടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം കൂട്ടാൻ നോക്കുക. അപ്പോൾ നിങ്ങളിത് കോയിൻ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ആണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോയിൻ തന്നെയാണ്. നമ്മൾ ഈ ഇൻകം കൂട്ടാൻ കാരണം നമുക്ക് ഓരോ അവറിലും കിട്ടുന്ന പ്രോഫിറ്റ് കൂടും. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള കോയിൻ തന്നെയാണ് കൂടുക. കുറച്ച് ബുദ്ധിപരമായിട്ട് നിങ്ങൾ ഓരോ കാർഡിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വേർട്ടസിൻ്റെ എണ്ണം കൂടുതലാക്കിയിട്ട് കൂട്ടാൻ പറ്റും.
ഓക്കെ. അപ്പോൾ ഇനിയുള്ള ഓപ്ഷനാണ് മിഷൻസിൽ പോയി കഴിഞ്ഞാൽ കുറേ മിഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാം. ഒരു വേർഡിൻ്റെ കുറേ മിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സിമ്പിൾ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത സിമ്പിൾ ആപ്പ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് അടിച്ചാൽ മതി. നിങ്ങൾ ലോഗിൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങളത് കളിക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ബാക്ക് വരിക, അത്രേ ഉള്ളൂ. അങ്ങനെ കുറേ ടാസ്കുകളുണ്ട്. നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് റിവാർഡ് കിട്ടും. പിന്നെ ഡെയിലി ടാസ്കുകളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓരോ ദിവസം 4%, 6% എന്നൊക്കെ കിട്ടുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡേ 2 ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ക്ലെയിം ചെയ്യാം. ഞാൻ ഓൾറെഡി ക്ലെയിം ചെയ്തു. കം ബാക്ക് ടുമാറോ ആണുള്ളത്. നിങ്ങൾ ജസ്റ്റ് ക്ലെയിം ചെയ്യാം. എന്താണ് 4% എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ സ്റ്റോറേജ് 2 മണിക്കൂർ കഴിയുമ്പോൾ ഫില്ലാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് കളക്ട് ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ കളക്ട് ചെയ്താൽ എനിക്കൊരു സർട്ടൻ എമൗണ്ട് ഓഫ് ഒരു ചെറിയ എമൗണ്ട് വേർട്ടേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു അസ്യൂം ചെയ്യുക, എനിക്ക് 2 മണിക്കൂർ കഴിയുമ്പോൾ ഓരോ വേർട്ട് വെച്ച് ഇവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുക. അത്രയൊന്നും കിട്ടില്ല എങ്കിലും കിട്ടുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ 1 കോയിൻ്റെ അല്ലെങ്കിൽ 1 വേർട്ടിൻ്റെ 4% കൂടി എക്സ്ട്രാ നമുക്ക് കയറും. മനസ്സിലായോ? ഇപ്പോൾ 100 വേർട്ട് എനിക്ക് 2 മണിക്കൂർ കൂടുമ്പോൾ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 100 വേർട്ടിൻ്റെ 4% എത്രയാണെന്ന് വെച്ചാൽ അത്രയും വേർട്ടും കൂടി എനിക്ക് എക്സ്ട്രാ കിട്ടും. ഓക്കെ, സിമ്പിൾ മാത്ത് മാത്രമാണ്. ഇനിയുള്ള ഓപ്ഷനാണ് ഫ്രണ്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട് ഏൺ ചെയ്യുന്നതിൻ്റെ 10% വേർട്ട് നിങ്ങൾക്ക് കമ്മീഷനായിട്ട് കിട്ടും. നെക്സ്റ്റ് ഓപ്ഷനാണ് കൺട്രീസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ലീഡർ ബോർഡ് കാണാം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീൻ്റെ ഓപ്ഷൻ ഉണ്ട്. കമ്മ്യൂണിറ്റി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന എന്തോ ബഗ് മാറിക്കഴിഞ്ഞാൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ലിങ്ക് ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്യാൻ നിങ്ങളവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസും കാര്യങ്ങളൊക്കെ നമ്മളുടെ കമ്മ്യൂണിറ്റീൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവർക്കും കിട്ടും. കമ്മ്യൂണിറ്റിയുള്ള എല്ലാവരും കളക്ട് ചെയ്യുന്ന കോയിൻസിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് എല്ലാവർക്കും തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരുമിച്ച് കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വേർട്ടസിനെ പറ്റി പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറേജ് ഫുൾ ആകുമ്പോൾ ഡെയിലി കയറി കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ എത്ര അവർ ആണോ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് കയറി കളക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേർട്ടസ് കോയിനായിട്ട് വിഡ്രോ അടിക്കാനും ഈ വേർട്ട് തന്നെ പല കോയിൻസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനും ടോണായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരും. അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളും ബഗ്ഗൊക്കെ മാറി വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു വേർട്ടസ് കോയിൻ വെനം ബ്ലോക്ക് ചെയിനിലാണ് ലിസ്റ്റ് ആകാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന ന്യൂസുകളൊക്കെ. ടോണിലാണ് ഇപ്പോൾ വരുന്ന എല്ലാ കോയിൻസും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും എന്തിനാണ് ഇതെല്ലാം ടോണിലേക്ക് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ വേർട്ടസ് കോയിൻ വെനം ബ്ലോക്ക് ചെയിനിൽ ലിസ്റ്റ് ആകാൻ പോകുന്ന ഫസ്റ്റ് കോയിൻ ആയിരിക്കും വേർട്ടസ് എന്നാണ് ഇപ്പോഴത്തെ ഒരു റൂമറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ലൊരു ബ്ലോക്ക് ചെയിൻ തന്നെയാണ് വെനം ബ്ലോക്ക് ചെയിൻ. ഫസ്റ്റ് കോയിൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വേർട്ടസ് ഫസ്റ്റ് വെനമിലേക്ക് ലിസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ വെനം ബ്ലോക്ക് ചെയിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ട് ഈ വേർട്ടസ് കോയിൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഒരു വേർട്ട് കോയിൻ ലിസ്റ്റ് ആവുക. അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് നമ്മളുടെ യൂട്യൂബ് ചാനലിലും ടെലഗ്രാമിലും ഷെയർ ചെയ്യാം. അപ്പോൾ അത് കിട്ടാനായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, നമ്മളുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒരിക്കലും ഇത് മൈൻഡ് ചെയ്യാതിരിക്കരുത്, വളരെ നല്ലൊരു പ്രൊജക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടൈമുള്ളവർ മാക്സിമം ഈ ഒരു എയർ ഡ്രോപ്പ് ഫാമിംഗ് കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് ജോയിൻ ചെയ്ത് വെറുതെ ഇടരുത്. ഓരോ ദിവസം കയറി കളക്ട് ചെയ്യാൻ സൂക്ഷിക്കുക. നിങ്ങൾ ലാസ്റ്റ് മൈനിങ് ആകുമ്പോൾ അല്ലെങ്കിൽ ലിസ്റ്റിംഗ് ആകുമ്പോൾ മൈൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ടൈം കിട്ടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ സൂൺ, ബൈ.